ഹായ് ഓൾ, എൻ്റെ പേര് അഖിൽ ദേവ്. മലയാളത്തിലുള്ള പൈത്തൺ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ടോപ്പിക്ക് പൈത്തൺ വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. നമുക്കറിയാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ പറഞ്ഞിട്ടുള്ള വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം വീഡിയോ കാണുക. അതായത് നമ്മൾ അനാക്കോണ്ട നാവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്, അതായത് പൈത്തൺ വേരിയബിൾസും ഡാറ്റ ടൈപ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് പൈത്തൺ വേരിയബിൾസ് ആണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പൈത്തൺ വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഞാനിപ്പോൾ ആഷ് കൊടുത്തതിന് ശേഷം പൈത്തൺ വേരിയബിൾ എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. ഇപ്പോൾ ആഷ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അതൊരു കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടായിട്ടോ ആണ് പൈത്തണിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കമൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നോട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ എ എന്നുള്ളൊരു വേരിയബിൾ നെയിം കൊടുത്തു, അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്യാൻ. ഇപ്പോൾ എ ഈക്വൽ ടു 300 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തണിൽ ഇതിൻ്റെ മീനിങ് 300 ഈസ് അസൈൻ ടു എ എന്നാണ്. എന്ന് വെച്ചാൽ 300 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നെയിമിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഒരു ജസ്റ്റ് ലൈക്ക് എ കണ്ടെയ്നർ. ഇപ്പോൾ സാൾട്ടൊക്കെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഇവിടെ ഡാറ്റയാണ്, അത് ഈ വേരിയബിളിലേക്ക് ഞാൻ സേവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അഗെയിൻ ഇത് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് എക്സിക്യൂട്ടായി. ഇവിടെ ഒരു നമ്പർ വന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് നോക്കണമെങ്കിൽ പ്രിൻ്റ് എ കൊടുക്കുകയാണ്. അപ്പോൾ പ്രിൻ്റ് എ ഞാൻ അഗൈൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഈ ഔട്ട്പുട്ട് കൃത്യമായിട്ട് നമുക്ക് അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ. ഇനി വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് അതിനുണ്ട്. എല്ലാ പേരുകളും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്കതൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ വേരിയബിൾ നെയിമിൽ നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം, ഡിജിറ്റ് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം. വേറെ സ്പെഷ്യൽ ക്യാരക്ടറോ അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് കൊടുക്കാൻ പാടില്ല. നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ നെയിം എന്നുള്ള വേരിയബിൾ നെയിം കൊടുത്തു. ഓക്കെ. ഞാൻ ജസ്റ്റ് അതിൽ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. അപ്പോൾ നെയിം ഈസ് ഈക്വൽ ടു അഖിൽ ദേവ് എന്ന് കൊടുത്തു. ജസ്റ്റ് എന്താണ്? എക്സിക്യൂട്ട് ചെയ്യാണ്. ഓക്കെ. നമുക്ക് കാണാം അത് സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു, നിങ്ങൾ റൺ ചെയ്തു. നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് എന്ത് ചെയ്ത് ആ പേര് എനിക്ക് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പ്രിൻ്റ് കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്റേഴ്സാണ് കൊടുത്തത്. നമുക്കത് വരും ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതുപോലെ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഔട്ട്പുട്ട് എടുക്കുന്നത് എന്താണ്? ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് പ്രിൻ്റ് ഈ വേരിയബിൾ നെയിം കൊടുത്താൽ നമുക്ക് എന്താണോ അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ. ഇങ്ങനെ കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് എന്താണ് വേരിയബിൾ നെയിമിൽ എന്താണ് ഡിജിറ്റും കൊടുക്കാം, അല്ലേ? നമുക്ക് ഡീറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ വേറെ വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് 3 അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ സ്റ്റുഡൻ്റ് ആണ്, എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുകയാണ്. സ്റ്റുഡൻറ്റ് ജസ്റ്റ് 3 എന്ന് കൊടുത്തു. ഒരു ഡിജിറ്റും കൂടി അതിൻ്റെ കൊടുത്തു. ഈക്വൽ ടു അയാളുടെ മാർക്കോ എന്തെങ്കിലും ആവാം. ഞാനൊരു 56 എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് എന്താണ് റൺ ചെയ്തു. ഇനി ഞാൻ പ്രിൻ്റ് ചെയ്യാണ് ഈ നെയിം. സ്റ്റുഡൻറ്റ് 3 പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻറ്റ് 3ൽ ഞാൻ എന്ത് വാല്യൂ കൊടുത്തോ അതിവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ അണ്ടർസ്കോറും കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അണ്ടർസ്കോർ കൊടുക്കുകയാണ്. ഓക്കെ.
അതായത് സ്റ്റുഡൻറ്റ് _3 കൊടുത്തു നോക്കുക ഈക്വൽ ടു ഒരു 45 കൊടുത്തു. റൺ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം അത് റൺ ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി. അതായത് അണ്ടർസ്കോർ കൊടുത്തപ്പോഴും അത് സേവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ അണ്ടർസ്കോർ അല്ല വേറൊരു വാല്യൂ കൊടുക്കുകയാണ്. അണ്ടർസ്കോർ ഇല്ലാതെ സ്പേസ് കൊടുത്തു സ്റ്റുഡൻറ്റ് 3 എന്ന് കൊടുക്കുക. നമുക്ക് നോക്കാം. ഞാനൊരു 34 എന്നൊരു ഡിജിറ്റ് അതിൽ സേവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ സേവ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു എററാണ് ഇൻ്റർപ്രറ്റർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർപ്രറ്റർ എന്ന് ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, ഇൻ്റർപ്രറ്റർ കമ്പയറിലൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എറർ വന്നു, ഇൻവാലിഡ് സിൻടാക്സ്. നമുക്കറിയാം പൈത്തണിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ എററിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എറർ വന്നു കഴിഞ്ഞാൽ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എറർ നമുക്ക് ഡീറ്റെയിൽ എന്നാണ് നല്ലൊരു റൈറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പൈത്തൺ ഇത് റൈറ്റ് ആൻസറിലേക്ക് എത്തിക്കാനുള്ള ഹിൻഡ് നമുക്ക് തരും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ ഇൻവാലിഡ് സിൻടാക്സ് എന്ന് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് കാണാം ഒരു അപ്പയറോ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതിൽ ആ അപ്പയറോ എങ്ങോട്ടാണ് പോകുന്നത്? ഈ വാരിയബിൾ നെയിമിൻ്റെ അടുത്തോട്ടാണ്, അല്ലെങ്കിൽ 3ൻ്റെ തൊട്ട് ഈ ഒരു വാരിയബിൾ നെയിമിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഹിൻഡ് അവിടെ കിട്ടി, വാരിയബിൾ നെയിമിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം സെല്ല് അതൊക്കെ ഇപ്പോൾ 63-ലാണ്. അതിൽ തന്നെ ഏതാണ് ലൈൻ നമ്പർ 1-ലാണ് എറർ എന്നൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ വേരിയബിൾ നെയിമിൻ്റെ ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എറർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അഗെയിൻ ഒന്നുകൂടി ഇതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു നമുക്ക് ആൽഫബറ്റ്സ്, അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്, അതുപോലെ ഡിജിറ്റ്സ്, അതുപോലെ എന്താണ് അണ്ടർസ്കോർ, ഇത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സ്പേസ് ഒന്ന് ഒഴിവാക്കി നോക്കുകയാണ്. ദെൻ അണ്ടർസ്കോർ കൊടുത്തു. ഓക്കെ, അണ്ടർസ്കോർ കൊടുത്തു നോക്കുകയാണ്. റൺ ചെയ്തപ്പോൾ ആ എറർ പോയി. ഇനി അണ്ടർസ്കോർ വേണമെന്നില്ല, അണ്ടർസ്കോർ ഇല്ലാതെ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അപ്പോഴും ആ എറർ പോകും. ഓക്കെ, അപ്പോൾ വാരിയബിൾ നെയിമിൽ നമുക്ക് ഈ മൂന്നും, അതായത് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ഡിജിറ്റ്സ് കൊടുക്കാം, അണ്ടർസ്കോറും കൊടുക്കാം. വേറൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. ഓക്കെ, ഇനി നമുക്കൊരു വാരിയബിൾ അല്ലെങ്കിൽ നെയിമിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലി ആൽഫബറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം. വേറെ എന്ത് കൊടുത്താലും എറർ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നെയിം ഈസ് ഈക്വൽ ടു ഇത് വർക്കിംഗ് ആണ്. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്താണല്ലേ. ഓക്കെ, അത് വർക്ക് ആവുന്നുണ്ട്. ഇനി ഞാൻ അതിന് പകരം ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുകയാണ്. ഇതിന് മുമ്പിൽ 3 നെയിം അങ്ങനെ കൊടുത്തു. ഇവിടെ തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഈ ഐഡിയിലുള്ള കുറേ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 3 ഞാൻ കൊടുത്തു നോക്കി. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ആൽഫബറ്റ്സോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 കൊടുത്തപ്പോൾ എന്താണ്, അഗെയിൻ ഈ പ്രശ്നം വന്നു. ഇവിടെ അത് കൃത്യമായിട്ട് ആ ഹിൻഡ് തരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അപ്പയറോ കാണിക്കുക, ഇവിടെയാണ് എറർ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലായി, അവിടെ എന്തോ എറർ ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയി ആ 3 മാറ്റി. ഇനി ഓൾറെഡി നമുക്കറിയാം ഇത് ആൽഫബറ്റ്സ് ഇവിടെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഒരു 3ക്ക് വരുന്നതാണ് ഒരു അണ്ടർസ്കോർ എടുത്ത് നോക്കാം. അപ്പോഴും അത് വർക്കിംഗ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ അണ്ടർസ്കോറും ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സും അവിടെ വർക്ക് ചെയ്യും. പക്ഷെ എന്താണ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ കൊടുത്താലോ, സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം. ഇതൊക്കെ കൊടുത്താൽ എന്താണ് എററായിട്ടും വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ നമുക്കിപ്പോൾ പൈത്തൺ വാരിയബിൾ അത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് നെയിം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം നെയിം അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇത് രണ്ടും ഒന്നല്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നെയിം എന്ന് കൊടുത്തിട്ട് $34 കൊടുത്തു, എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ നെയിം കൊടുത്തു =56, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രിൻ്റ് ഞാൻ സ്മോൾ നെയിം അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ നെയിം പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് 34 ആണ് ചെയ്യുന്നത് അല്ലേ. എന്നുവെച്ചാൽ സ്മോൾ നെയിം കൊടുത്തപ്പോൾ ഈ ഒരു വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ ഞാൻ ജസ്റ്റ് എന്താണ്
ക്യാപിറ്റൽ നെയിം പ്രിൻ്റ് ചെയ്യാം. ഇത് രണ്ടാണ്, മീൻസ് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം പ്രത്യേകം. ഇപ്പോൾ നിങ്ങളിപ്പോൾ നെയിമാണ് ടൈപ്പ് ചെയ്തെങ്കിൽ പിന്നീട് കോൾ ചെയ്യുമ്പോൾ അതേ സ്മോൾ ലെറ്റർ നെയിം തന്നെ ചെയ്യാം. ക്യാപിറ്റൽ ആണെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ആ ഔട്ട്പുട്ടായിരിക്കും പ്രിൻ്റ് വരുന്നത്. ഓക്കെ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കീവേഡ്സ്, പൈത്തൺ കീവേഡ്സ് ഉണ്ട്, അതും നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈഫ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അത് ഒരു ഗ്രീൻ അല്ലേ, ഒരു ബോൾഡ് ലെറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അത് പൈത്തൺ കീവേഡ്സ് ആണ്. ഈഫ്, എൽസ്, അതുപോലെ ഒരുപാടുണ്ട്. അത് നമ്മൾ ഒരിക്കലും വാരിയബിൾ നെയിമിൻ്റെ ആ ടൈമിൽ നെയിം കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അത് എറർ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വാരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ബൈഹാർ പഠിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു വരുമ്പോൾ എന്താണ്, അത് നമ്മളിത് പഠിച്ചോളും. പ്രത്യേകിച്ച് നമ്മളെന്താണ് ഇതിലിപ്പോൾ എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് വാരിയബിൾ നെയിം പറയുമ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിൽ നിങ്ങൾ അതിനായിട്ടൊരു എഫേർട്ട് ഇട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ ടൈപ്സ് എന്താണ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.